കാഞ്ഞങ്ങാട് നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായി പുതിയ MCF കെട്ടിടം നിർമ്മിക്കുന്നു. 2 നിലകളിലായി പണിയുന്ന കെട്ടിടത്തിന് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ തറക്കല്ലിട്ടു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 43 വാർഡുകളിലും സ്തുത്യർഹമായ രീതിയിലുള്ള മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹരിതകർമ്മസേനയ്ക്ക് കൂടുതൽ കരുത്തും കരുതലും പകർന്നു നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെയും ശുചിത്വ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ MCF അഥവാ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിക്ക് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ചെമ്മട്ടം വയലിലെ തൊഴിൽ കേന്ദ്രത്തിൽ 2 നിലകളിലായി പണിയുന്ന കെട്ടിടത്തിന് വെള്ളിയാഴ്ച രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ തറക്കല്ലിട്ടു. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കെട്ടിടം ഇവിടെ പൂർത്തിയാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ഒരുപാട് മികച്ച മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭ മുന്നോട്ട് പോകുന്നത്. 43 വാർഡുകളിൽ നിന്നും ഓരോ ദിവസവും ടൺകണക്കിന് മാലിന്യവുമാണ് ഈ RRFലേക്ക് എത്തുന്നത്. ആ മാലിന്യങ്ങളൊക്കെ തന്നെ ഒരു ടൈം ടേബിൾ വെച്ച് കൃത്യമായി എടുക്കാനും അത് തരംതിരിക്കാനും ഒക്കെ തന്നെ ഏറ്റവും നന്നായിട്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ ഇതുവരെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഭാവിയിലും തുടരണം എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ KV സരസ്വതി, K ലത, K അനീഷൻ, K പ്രഭാവതി, P അഹമ്മദ് അലി, കൌൺസിലർമാരായ KV സുശീല, N അശോക് കുമാർ, ഫൗസിയ ഷെരീഫ്, രവീന്ദ്രൻ പുതുക്കൈ, T ബാലകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി AK ഷിബു, ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ KV മിഥുൻ കൃഷ്ണൻ, ജില്ലാ സോഷ്യൽ എക്സ്പെർട്ട് ഡോക്ടർ KV സൂരജ്, ക്ലീൻ സിറ്റി മാനേജർ P ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങളെ ആസ്പദമാക്കി പൊതുകൂടിയാലോചനയും ചർച്ചകളും സംഘടിപ്പിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ നിന്നുള്ള 96 ലക്ഷം രൂപയും ഒപ്പം ശുചിത്വ മിഷന്റെ ഫണ്ടും പ്രയോജനപ്പെടുത്തിയാണ് സൗകര്യപ്രദമായ MCF കെട്ടിടം നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.